ബിജെപിക്ക് കൈവിട്ട കർണാടകയിലും ബിജെപി ചുവടുറപ്പിക്കുന്നു. കർണാടക മാത്രമല്ല, ഹിമാചൽ പ്രദേശും തെലങ്കാനയും ഒക്കെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. ഇവിടെ ശക്തമായി ചുവടുറപ്പിക്കുക എന്നുള്ളതാണ് ഇനി ബിജെപിയുടെ നീക്കം. ഇതിനോടകം തന്നെ കൃത്യമായ പ്ലാനിംഗ് ബിജെപി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമിത്ഷായുടെ തന്ത്രനീക്കങ്ങളും മോദിയുടെ ബുദ്ധിയുമൊക്കെ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ ഏത് വിധേനയും നിലം പൊത്തിച്ച ശേഷം ബിജെപി ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിക്കുമെന്നതിൽ സംശയമില്ല. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ ഈ നീക്കങ്ങൾക്ക് വേഗത കൂട്ടുകയാണ് ചെയ്യുന്നത് ബിജെപി. അതിനുള്ള കരുക്കളും ബിജെപി നീക്കി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് കർണാടകയിലെ ബിജെപി സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ MLA-മാരെ രാജിവെപ്പിച്ചും പിന്നീട് അവരെ ഉപതിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച് അവിടെ വിജയമുണ്ടാക്കുകയും ചെയ്ത ആ ഒരു ചരിത്രം അത് ബിജെപിക്കുണ്ട്. ബിജെപിയിലേക്ക് വരാൻ നോക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കൂടെ നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ തറ പറ്റിക്കാനുള്ള ഒരു ശ്രമം ബിജെപിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കരുത്തു കൂടിയെങ്കിലും അതൊന്നും തന്നെ ബിജെപിയെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകില്ലെന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെയും ഒക്കെ ബിജെപി വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രകടമാക്കിയിരിക്കുന്നത്. സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ ശബ്ദ വോട്ടോടെയാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ മറ്റു തരത്തിലുള്ള വോട്ടെടുപ്പാണ് നടന്നതെങ്കിൽ പ്രതിപക്ഷത്തെ പല വോട്ടുകളും ഓം ബിർളയുടെ പെട്ടിയിൽ വീഴുമായിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ തിരിച്ചറിവാണ് കോൺഗ്രസിനെ കൊണ്ട് അത്തരത്തിലൊരു സാഹസത്തിന് മുതിരാതിരിക്കാൻ സാധിച്ചത്. അങ്ങനെ ദക്ഷിണേന്ത്യയും കോൺഗ്രസ് മുക്തമാക്കാനാണ് ഇപ്പോൾ ബിജെപി ശ്രമിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വളരെ വേഗത്തിലാകാനാണ് സാധ്യത. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ ഇപ്പോൾ തുടർന്നും കടുത്ത നിയമ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വദ്രയും നിലവിൽ ഇഡിയുടെ നിഴലിൽ തന്നെയാണുള്ളത്. ഇദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തുന്നുണ്ട്. JDUവും TDPയും മുന്നണി വിട്ടു പോയാൽ പോലും സർക്കാരിന് ഭീഷണിയാകില്ല എന്ന ബിജെപി നേതൃത്വം ഉറപ്പിക്കുന്നത് തന്നെ മറ്റു ചില പിന്തുണ ഉറപ്പിച്ചതുകൊണ്ടാണ്. അത്തരത്തിലൊരു കൃത്യമായ ബോധം ബിജെപിക്കുണ്ട്. ബിജെപിയുമായി ഇത്തരത്തിൽ അന്തർധാരയുള്ള പാർട്ടികളെ കുറിച്ച് രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ നല്ലതുപോലെ ബോധ്യമുണ്ടെന്നാണ് വിവരം. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേതൃതർക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചന്നാഗിരി MLA ബസവരാജു ശിവഗംഗയാണ് പരസ്യമായി രംഗത്തെത്തിയത്. ഇപ്പോൾ 1.5 വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഈ ഭരണം മാറട്ടെ എന്നും DK ശിവകുമാർ മുഖ്യമന്ത്രിയാവട്ടെ എന്നുമാണ് ചന്നഗിരി MLA ആവശ്യപ്പെടുന്നത്. കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് ബസവരാജു ശിവഗംഗ ആവശ്യപ്പെടുന്നത്. പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി പദവിയിൽ എത്തണമെന്നും ആവശ്യങ്ങൾ എല്ലാ രീതിയിലും ഉയരുന്നുണ്ട്. 7 മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഇതിനിടെയാണ് ഒരു കോൺഗ്രസ് MLA തന്നെ ഇപ്പോൾ DK മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ കർണാടക കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടക്കുകയാണ്. ഇത് DK ശിവകുമാറിന്റെ അറിവോടെയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത്. DKയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. തെലങ്കാനയിലും സമാന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ബിജെപി അവിടെ നിലയുറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് ബിജെപി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ബിജെപിക്ക് ഇപ്പോഴും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെയും ബിജെപി വീണ്ടും നിലയുറപ്പിക്കുകയാണ്. അത് കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ് ബിജെപി കരുക്കൾ നീക്കുന്നത് എന്നും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.